ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹോബികളിൽ തന്നെ ഏറ്റവും പ്രീമിയമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക രാജകീയമായിട്ടുള്ള ഒരു ഹോബി, അതിൽ തന്നെ ലൈസൻസ് വേണ്ട ലോകത്തെ ഒരേ ഒരു ഹോബി, അടിയന്തര സാഹചര്യത്തിൽ ആൾക്കാരെ തമ്മിൽ തോളോട് തോൾ ചേർത്ത് നിർത്തുന്ന ഒരു ടെക്നോളജി. ഞാൻ ഇത്രയൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അത് കത്തിക്കാണും. അതുതന്നെ ഹാം റേഡിയോ. അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിക്കുകയാണെങ്കിൽ ടൈറ്റാനിക്കിലെ മോഴ്സ് കോഡ് കീങ്ങി തുടങ്ങി അത്യാധുനിക വെബ് SDR, സാറ്റലൈറ്റ് ഹാം റേഡിയോ സിസ്റ്റംസ്, ഇതെല്ലാം ഉൾപ്പെടെയുള്ള ഒരു അത്യുഗ്രൻ ഒരു എക്സ്പോ കാണണ്ടേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ വടകരയിലേക്ക് വിട്ടാലോ. ജനുവരി 30, 2026 രാത്രി 9:15. ഈ ഒരു ഒരുക്കത്തിലാണ് ഞാൻ. വളരെ എക്സൈറ്റഡ് ആണ്. വടകരയിലേക്കുള്ള ഹാം മീറ്റിന് വേണ്ടി സാധനങ്ങളെല്ലാം റെഡിയാക്കി പാക്ക് ചെയ്ത് പോകാനായിട്ട് ഒരുങ്ങുവാണ്. അപ്പോൾ അങ്ങനെ വീട്ടിലെല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞാൻ ട്രെയിൻ പിടിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തു നിന്നും മംഗലാപുരം വരെ പോകുന്ന 166-29 മലബാർ എക്സ്പ്രസ് ആണ് നമ്മുടെ ട്രെയിന്. ഈ ഡിസ്പ്ലേ കാണിച്ചത് വെച്ച് നോക്കുവാണെങ്കിൽ ട്രെയിൻ അല്പം ലേറ്റാണ്. എന്തായാലും കുറച്ച് സമയം വെയിറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷൻ, പറയാതിരിക്കാൻ പറ്റില്ല. ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ നമ്മൾ കാണുമ്പോൾ വേറെ ഒരു രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ പോലെ നമുക്കൊരു ഫീലാണ്. കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വൃത്തിയാക്കാൻ വേണ്ടി തന്നെ മെഷീനുകളും അതുപോലെ തന്നെ വെട്ടിത്തിളങ്ങുന്ന ടൈലുകളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദിശാസൂചക ബോർഡുകളൊക്കെ ഇത്ര വൃത്തിയായിട്ട് കീപ്പ് ചെയ്തേക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനും ഇതുപോലെ തന്നെ മാറ്റങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൊബൈൽ ചാർജ് ചെയ്യുന്ന ചാർജിങ് പോയിന്റ് പോലും ഇത്ര ഭംഗിയായിട്ടാണ് സൂക്ഷിച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കവേ നമ്മുടെ ട്രെയിനിങ് എത്തി. എന്തായാലും ഞാൻ മൊബൈലിൻ്റെ ഫ്ലാഷ് ഉപയോഗിച്ച് സീറ്റ് കണ്ടുപിടിച്ചു, ബാക്കി യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ. അതിനുശേഷം ഇപ്പോൾ 0 ബൾബ് മാത്രമേ ഉള്ളൂ. ഇനി കിടന്ന ഒരൊറ്റ ഉറക്കമാണ്. നല്ലൊരു ഗാർഡൻ നിദ്രയ്ക്ക് ശേഷം ഞാനിങ്ങ് എണീറ്റു. ഇപ്പോൾ സമയം ഏകദേശം 6:15 കാണും. അപ്പോൾ ഏതായാലും നമ്മൾ ഈ കാണുന്നതൊക്കെ വടക്കൻ കേരളത്തിൻ്റെ ഭാഗങ്ങളാണ്. നമ്മളങ്ങനെ ഒരു ദേശത്ത് നിന്നും മറ്റൊരു ദേശത്തേക്ക് പുഴയും മലയൊക്കെ കടന്ന് എത്തി. അതാണ്ട് വടകര എന്ന് പറഞ്ഞ ആ ബോർഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായെന്നൊരു സൂചന. അപ്പോൾ അങ്ങനെ ചുവർച്ചിത്രങ്ങളൊക്കെ കണ്ട് റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ പുറത്തേക്ക് ഇറങ്ങി. സൂര്യൻ ഉദിച്ച് വന്നപ്പോഴേക്കും വയറിനകത്ത് വിശപ്പ് ഉദിച്ചിരുന്നു. അങ്ങ് കാണുന്ന ആ ഹോട്ടലില്ലേ, അവിടെ പോയി നല്ലൊരു പ്രഭാത ഭക്ഷണം കൂടി കഴിച്ചു. അങ്ങനെ ഞാൻ കോഴിക്കോട് റൂട്ടിലോടുന്ന ഒരു ബസ്സിൽ കയറി നേരെ ഓയിൽ മിൽസിൽ പോയി ഇറങ്ങുവാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ നടക്കാനുള്ളൂ. അങ്ങനെ ബസ് ഇറങ്ങിയിട്ട് ഞാൻ നടക്കുവാണ്. നടന്ന് റെയിൽവേ ക്രോസൊക്കെ ക്രോസ് ചെയ്ത് നേരെ എത്തിയേക്കുന്ന സർഗാലയുടെ എൻട്രൻസ് ഗേറ്റിലാണ്. ഈ സർഗാലയ എന്ന് പറയുന്ന ബോർഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ലഡു പൊട്ടി. ഈ ഹാം മീറ്റൊന്നും കൂടെ കണ്ടപ്പോൾ 2 ലഡു പൊട്ടി. ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ചയുണ്ട്. ഈ കൃത്രിമമായിട്ട് നിർമ്മിച്ച ലേക്കിൻ്റെ സൈഡിലുള്ള ഈ ഒരു ഹെറിറ്റേജ് വില്ലേജ് കാണുമ്പോൾ എന്താണെന്നറിയത്തില്ല, മനസ്സിനുള്ളിൽ വല്ലാത്തൊരു കുളിർമയാണ്. അതുപോലെ കേരളത്തിൻ്റെ പാരമ്പര്യ തനിമ വിളിച്ചോതുന്ന നല്ലൊരു കെട്ടിട സമുച്ചയം. മുന്നോട്ട് പോകവേ ഒരു ബോർഡ് ഞാൻ ശ്രദ്ധിച്ചു. 1 വേൾഡ് 1 ലാംഗ്വേജ്. അതേ സുഹൃത്തുക്കളെ, ഒരു ലോകം ഒരു ഭാഷ. അതാണ് ഹാം റേഡിയോ. ഇവിടെ ദേശത്തിൻ്റെ അതിർവരമ്പുകളോ ഭാഷയുടെ വേർതിരിവുകളോ ഇല്ല. ഏതൊരു അടിയന്തര സാഹചര്യങ്ങളിലും മാനവരാശിയെ ഒന്നിച്ചു ചേർത്ത് നിർത്തുന്ന ഒരു നല്ല സുഹൃത്ത്. ആദ്യം തന്നെ ഭീമാകാരമായിട്ടുള്ള HF ആൻറ്റിനകളാണ് നമ്മളെ വരവേറ്റത്. അതിനുശേഷം രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിന്ന് രജിസ്ട്രേഷൻ എല്ലാം പൂർത്തീകരിച്ച് നേരെ റിസപ്ഷനിലേക്ക്. അവിടെ നിന്ന് ലിഫ്റ്റിൽ എൻ്റെ മുറിയായിട്ടുള്ള 3ാമത്തെ ഫ്ലോറിലേക്ക് കയറുവാണ്. അപ്പോൾ കയറുമ്പോൾ തന്നെ നമ്മുടെ ആ ഹെറിറ്റേജ് വില്ലേജിൻ്റെ നല്ലൊരു പനോരമിക് വ്യൂ ആണ് കിട്ടിയത്. അങ്ങനെ നമ്മൾ മുറിയിലേക്ക് കടക്കുവാണ്. ഇടനാഴിയിലേക്ക് കടക്കുമ്പോൾ കേരള തനിമ വിളിച്ചോതുന്ന വിവിധ ചിത്രങ്ങൾ കാണാനിടയായി. അങ്ങനെ ചുവർച്ചിത്രങ്ങളിലൊക്കെ ഭംഗി ആസ്വദിച്ച് ഞാൻ നേരെ ഡോർമെട്രി റൂമിലേക്ക് കടക്കുവാണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ല അടിപൊളി ഡോർമെട്രിയാണ്. പ്രത്യേകിച്ച് ബെഡുകളൊക്കെയാണെങ്കിൽ നല്ല വൃത്തിയായിട്ടാണ് ഓർഗനൈസ് ചെയ്തേക്കുന്നത്. ഇൻ്റർകോം ഫെസിലിറ്റി ഉണ്ട്, ബാത്റൂമൊക്കെ നല്ല പക്കയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ കിറ്റ് ഒന്ന് നോക്കാം. നമുക്ക് രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് കിട്ടിയ കിറ്റാണ്. അപ്പോൾ ഇത് പൊട്ടിച്ചപ്പോൾ തന്നെ നമുക്ക് ആദ്യം കിട്ടിയത് ഒരു കലണ്ടറാണ്, നല്ല അടിപൊളി കലണ്ടർ. ഇത് കൂടാതെ നമുക്ക് കഴുത്തിലിടാനുള്ള ഒരു ID കാർഡുണ്ട്, അതുപോലെ കീ ചെയിനും ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, നമുക്കൊരു ചെറിയ പേന കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ലോഗ് ബുക്ക്, പിന്നെ ചെറിയ നോട്ട് ബുക്കും കിട്ടിയിട്ടുണ്ട്.
ഇതൊക്കെ കൂടാതെ വേറൊരു സാധനം കൂടി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അതെന്താണെന്ന് അറിയാവുന്നതെന്ന് കമൻറ്റ് ചെയ്തേക്കുക. അങ്ങനെ നമ്മുടെ സാധനങ്ങളെല്ലാം റൂമിൽ സേഫായിട്ട് വെച്ചതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇതുപോലുള്ള വെറൈറ്റി സ്റ്റോളുകളൊക്കെ കാണാം. ഇതൊരു എമർജൻസി പർപ്പസിനുള്ള ബൈക്കാണ്. എല്ലാ എക്യുപ്മെൻറ്റ്സും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പം വിവിധ തരത്തിലുള്ള ആൻറ്റിനകൾ അടുക്കി വെച്ചേക്കുന്നത് കാണാൻ പറ്റും, പ്രത്യേകിച്ച് HF റേഞ്ചിലുള്ളത്. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കുന്ന ഇങ്ങനെ കണ്ടു നിൽക്കവേ വണ്ടിയിൽ സാറ്റലൈറ്റ് ആൻറ്റിന ഫിറ്റ് ചെയ്യുന്ന പ്രോസസ്സൊക്കെ ഏകദേശം കഴിയാറായിരിക്കുന്നു. അപ്പോൾ അതും കണ്ട് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പണ്ടൊക്കെ സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്ന ഹോബി നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുപോലെ ഹാമുകളുടെ പ്രധാനപ്പെട്ട ഒരു ഹോബിയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള QSL കാർഡുകൾ കളക്ട് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ മാക്സിമം കാർഡുകൾ കളക്ട് ചെയ്ത് അതൊരു റെക്കോർഡാക്കുന്നതിൻ്റെ ത്രില്ല് മറ്റൊന്നാണ്. അപ്പോൾ എന്തായാലും വിവിധ രാജ്യങ്ങളിലെ QSL കാർഡുകളും അവിടെ നിന്ന് റിസീവ് ചെയ്തപ്പോഴുള്ള ഡേറ്റും കാര്യങ്ങളെല്ലാം കണ്ടിങ്ങനെ അമ്പലത്തിൽ നിൽക്കുവാണ് ഞാൻ. ഒരു സ്റ്റാള് മുഴുവൻ ഈ പറയുന്ന കാർഡുകളാണ്. എന്തെന്നറിയത്തില്ല, ഈ ബൈക്കിനോടൊരു പ്രത്യേക ആരാധന എനിക്ക് കണ്ടപ്പോൾ തന്നെ തോന്നി. കാരണം അതിനകത്ത് ടെസ്റ്റ് എക്യുപ്മെൻറ്റും എമർജൻസി സിസ്റ്റവും എല്ലാം ഒരു പ്രൊഫഷണൽ സ്റ്റൈലിലാണ് സെറ്റാക്കിയേക്കുന്നത്. പിന്നെ നമ്മുടെ ഈ വെഹിക്കിൾ മൗണ്ടഡ് ആൻറ്റിനയും. നമ്മുടെ ഇനാഗുറേഷൻ സെറിമണി ഉടൻ തന്നെ ആരംഭിക്കുന്നുള്ളൊരു അറിയിപ്പ് കിട്ടി. ഒട്ടും താമസിച്ചില്ല, ഞാൻ നേരെ കോൺഫറൻസ് ഹാളിലേക്ക് കയറി. അങ്ങനെ കൂടുതൽ ആൾക്കാരൊക്കെ അവിടെ പരിചയപ്പെട്ടു. അതിൽ തന്നെ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന വ്യക്തികളും ഉണ്ടായിരുന്നു. ഇവിടെ വെച്ച് കാണാൻ കഴിഞ്ഞ വളരെ സന്തോഷം. നമ്മുടെ സബ്സ്ക്രൈബറാണ് സാറ്. യൂട്യൂബിലൊക്കെ നല്ല നല്ല ഇലക്ട്രോണിക്സിന് നല്ല നല്ല വീഡിയോസ് വരുമ്പോൾ വളരെ സന്തോഷമാണ്. ഇവിടെ വെച്ച് കാണാൻ കഴിയുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വളരെ സന്തോഷം കണ്ടു. വടകര ഹാം മീറ്റിലേക്ക് വന്നതിന് ഏറ്റവും സന്തോഷകരമായ സംഭവം എന്ന് പറയുന്നത് നേരിട്ട് കാണാൻ പറ്റിയതാണ്. അദ്ദേഹത്തിൻ്റെ ചാനൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന് ഓരോ കാര്യത്തെ പറ്റി പഠിച്ച് ആധികാരികമായിട്ട് ചെയ്യുന്ന ഓരോ വീഡിയോയും എനിക്ക് ശരിക്കും വളരെ കൊള്ളാറുണ്ട്. അതേപോലെ ഒരു ഇഫക്റ്റാണ് എനിക്ക് വരാറ്. ഏതായാലും ആ ചാനലിലും സാറിനും എല്ലാവിധ ഭാവങ്ങളും നേരിടും. അങ്ങനെ നമ്മുടെ ഇലക്ട്രോണിക്സ് ചാനലിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തികളെയൊക്കെ പരിചയപ്പെട്ട് ഞാനിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് ഉദ്ഘാടനം നടക്കുന്ന വേദിയിലേക്കാണ്. There is no big scope for a speech in a ham radio meet because the excitement is actually eyeball quizzes. So we normally try to minimize the formal functions so that we can meet, because I can see a spark in every eyes here, because we are all, otherwise on a regular day we are all sitting in our shack and behind the microphone, but when we actually meet for an eyeball, the excitement never ends. Your hard work has created an incredible platform for us to come together and celebrate our shared love and അങ്ങനെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനത്തിനും മുഖ്യ പ്രസംഗത്തിനും ശേഷം നമ്മുടെ ഈ ചടങ്ങിൻ്റെ മുഖമുദ്രയായ സുവനീർ പ്രകാശനം ചെയ്യുകയാണിപ്പോൾ. അങ്ങനെ ആ പ്രസ്തുത ചടങ്ങിന് ശേഷം എനിക്കും കിട്ടി ഒരു കോപ്പി. അപ്പം ഞാൻ റൂമിലേക്ക് വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ പേജുകളൊക്കെ മറച്ച് നോക്കുമായിരുന്നു എന്തൊക്കെയുണ്ടെന്നുള്ള കണ്ടൻറ്റ്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ടെക്നിക്കൽ കണ്ടൻറ്റുകൾ അതിൽ കാണാനിടയായി. പ്രത്യേകിച്ച് ആൻറ്റിന സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്ത വളരെ നല്ല അറിവുകൾ. ഇതുകൂടാതെ നമ്മുടെ മെമ്പേഴ്സിൻ്റെ പേജും കോൾ സൈനും ഉണ്ട്. പിന്നെ ഈ ലോകത്തു നിന്നും നമ്മെ വിട്ടകന്ന പ്രഗത്ഭരായ ഹാം റേഡിയോ ഓപ്പറേറ്റർമാരെ ഈ ഒരു അവസരത്തിൽ അനുസ്മരിക്കുന്നു. ഈ ഒരു മാഗസിൻ്റെ ഓരോ പേജും വളരെയധികം മൂല്യമുള്ളതായിട്ട് എനിക്ക് തോന്നി. കാരണം ഓരോ എക്സ്പെരിമെൻറ്റും കൃത്യമായിട്ടുള്ള സയൻറ്റിഫിക് വാലിഡേഷനിലൂടെ പ്രൂവ് ചെയ്തിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വിപണിയിൽ ലഭ്യമായിട്ടുള്ള ഹാം റേഡിയോ എക്യുപ്മെൻറ്റുകൾ, അതുപോലെ തന്നെ ഹാമുകളുടെ മാത്രം ചില പ്രത്യേക തമാശകൾ, അത് ഒരേ സമയം നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഒരു ബ്രേക്ക് വന്നു. ആ ബ്രേക്ക് വന്നപ്പോൾ ഞാൻ നേരെ ഓടിക്കയറിയത് ഈ സ്റ്റോളിലേക്കാണ്. ഇത് സത്യം പറഞ്ഞാൽ ഹാം റേഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു പറുദീസ തന്നെയാണ്, പറയാതെ വയ്യ. ഇതിലെ ഫസ്റ്റ് സ്റ്റോളിൽ തന്നെ വിവിധ തരത്തിലുള്ള ആൻറ്റിന കണക്ടറുകൾ, RF കണക്ടറുകൾ, കേബിൾ ആക്സസറീസ് ഇതെല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഏത് ആൻറ്റിന ഇൻ്റർകണക്ട് ചെയ്യാനുള്ള കേബിളും ആക്സസറീസും കിട്ടും. ഈ ഒരു സ്റ്റോൾ നോക്കുവാണെങ്കിൽ ഇവിടെ വിവിധ തരത്തിലുള്ള ബാറ്ററികൾ,
പ്രത്യേകിച്ച് ലിഥിയം അയൺ ബാറ്ററികൾ, അതുപോലെ വിവിധ കപ്പാസിറ്റിയുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള ബാറ്ററികൾ, ബാറ്ററി കണക്ടറുകൾ എന്ന് വേണ്ട സകലമായ ബാറ്ററി ആക്സസറീസ് നമുക്ക് ഈ സ്റ്റോളിൽ കിട്ടും. ഇനി കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ PCBകളുടെ വലിയൊരു ശേഖരം തന്നെ നമുക്ക് കാണാൻ പറ്റും. വിവിധ തരത്തിലുള്ള റിസീവറുകൾ, ട്രാൻസ്മീറ്ററുകൾ, അതുപോലെ തന്നെ സിഗ്നൽ ജനറേറ്ററുകൾ, ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകവേ EMI ഫിൽറ്റർ ഞാൻ ശ്രദ്ധിച്ചു. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഫിൽറ്ററുകളാണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് വിവിധ തരത്തിലുള്ള യൂസ്ഡ് ആയിട്ടുള്ള ഹാൻഡി സെറ്റുകൾ, അതുപോലെ തന്നെ ക്ലാമ്പുകൾ, മൗണ്ടുകൾ, ഫെറേറ്റ് റോഡുകൾ എന്ന് വേണ്ട സകലമായ ആക്സസറീസ് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ പണ്ടത്തെ വിൻറ്റേജ് ടൈപ്പ് നമ്മുടെ ഈ മീറ്ററുകൾ, മില്ലി മീറ്റർ, വോൾട്ട് മീറ്റർ ഇതെല്ലാം ഉണ്ട്. നമുക്ക് അത്യാവശ്യം പവർ മെഷർമെൻറ്റിനൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇതൊരു അടിപൊളി സെഷനായിരുന്നു. മോഴ്സ് കോഡ് വളരെ പ്രാക്ടിക്കലായിട്ട് പഠിക്കാനും അതുപോലെ ഓൾറെഡി പഠിച്ച ആൾക്കാർക്ക് അതൊന്ന് പോളിഷ് ചെയ്യാനും പറ്റുന്ന നല്ലൊരു വേദിയായിരുന്നു ഇത്. ഇവിടെ നമ്മൾ ഡ്യുവൽ കീയിങ്ങുള്ള ഈ ഒരു സിസ്റ്റവും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പുതിയ രീതിയിൽ മൈക്രോ കൺട്രോളർ ബേസ് ചെയ്തിട്ടുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള മോഴ്സ് കോഡ് കീയിങ്ങും കാണാൻ സാധിക്കും. എന്തൊക്കെയാണെങ്കിലും തടിയിലും ബ്രാസ് മെറ്റലിലും തീർത്ത ഈ ഒരു കീയർ സത്യം പറഞ്ഞാൽ ഒരു റോയൽറ്റിയുടെ ഐക്കൺ തന്നെയാണ്. അങ്ങനെ ഇരിക്കെ നമ്മുടെ VU3 IZDക്ക് ഒരു ആഗ്രഹം, കീ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പം നമ്മുടെ മിസ്റ്റർ ജോമോൻ അടിച്ച കീ ഏതാന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ ഇടയ്ക്ക് രസകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായി. നമ്മുടെ യോധ സിനിമയിലെ മോഹൻലാലും ജഗതിയും ഏറ്റുമുട്ടുമ്പോഴുള്ള പടകാളി പാട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നത്. അങ്ങനെ രണ്ട് ഹാമുകൾ തമ്മിലുള്ള അംഗം കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് ബാറ്ററി യൂണിറ്റിലേക്കാണ്. അത്യാധുനിക രീതിയിലുള്ള ലിഥിയം ഫോസ്ഫേറ്റ് ലൈറ്റ് വെയ്റ്റ് ബാറ്ററികളുടെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചു. ഏതൊരു ഹാം റേഡിയോ ഓപ്പറേറ്റർക്കും അത്യാവശ്യം വേണ്ട ഒന്നാണല്ലോ ബാക്കപ്പ്. പിന്നെ നമ്മുടെ അടുത്ത സ്റ്റാളിൽ വിവിധ തരത്തിലുള്ള പവർ മീറ്ററുകൾ, അതുപോലെ ഗ്യാങ് കപ്പാസിറ്ററിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ കാണാൻ സാധിച്ചു. അടുത്ത സ്റ്റാളിൽ ചെന്നപ്പോൾ ഞാനൊന്ന് ഞെട്ടി ഇദ്ദേഹത്തിൻ്റെ മീശ കണ്ട്. എന്തായാലും അദ്ദേഹത്തിനോടൊരു ആരാധനയും ബഹുമാനവും അപ്പം തന്നെ എനിക്ക് തോന്നി. ഹാം റേഡിയോ മേഖലയിൽ വർഷങ്ങളുടെ തഴക്കവും വഴക്കവും ഉണ്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇദ്ദേഹത്തിൻ്റെ ഈ സോണിയുടെ വിവിധ തരത്തിലുള്ള സെറ്റുകൾ ഞാൻ കണ്ടു. അടുത്ത സ്റ്റോളിലേക്ക് പോയപ്പോൾ ചെറിയ പെൻസിലിൻ്റെ അത്രയും വലിപ്പമുള്ള ടെലിസ്കോപ്പിക് ഏജിൽ തുടങ്ങി മൾട്ടി എലമെന്റ് യാഗിയുടെ ആന്റിനയുടെ വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ ഇതും കണ്ട് അടുത്ത സ്റ്റോളിലേക്ക് പോയപ്പോൾ ഞെട്ടിപ്പോയി. കാരണം നമുക്ക് ലോകത്ത് കിട്ടാൻ ചാൻസ് ഇല്ലാന്ന് വിചാരിച്ചിരുന്ന പല ഡിസ്ക്രീറ്റ് കമ്പോണൻറ്റും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കളക്ഷനിലുണ്ട്. പിന്നെ അടുത്ത സ്റ്റോളിലാണെങ്കിൽ വിവിധ തരത്തിലുള്ള പവർ കണക്ടറുകൾ, RF കണക്ടറുകൾ, കേബിൾ, ആക്സസറീസ് എല്ലാമാണ് ഉള്ളത്. ഈ സ്റ്റോളിൻ്റെ തൊട്ടടുത്ത് തന്നെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വെഹിക്കിൾ മൗണ്ടഡ്, അതുപോലെ പോർട്ടബിൾ ആയിട്ടുള്ള ഹാൻഡി സെറ്റുകളുടെ വൻ ശേഖരം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അല്പം കൂടെ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇതായിരിക്കുന്നു നമ്മുടെ ട്രാവൽ ടെക് മാനിയ ചാനലിൻ്റെ സാരഥി നൗഷാദ് സാറ്. അപ്പോൾ സാറിൻ്റെ റേഡിയോ ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കെ തൊട്ടടുത്ത് തന്നെ ആൻറ്റിന റൊട്ടേറ്ററിൻ്റെ ഫംഗ്ഷൻ വിഭജിച്ച് കൊടുക്കുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ച് ഇതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളും എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് ഡിജിറ്റലായിട്ട് സിങ്ക്രണൈസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു തന്നു. തൊട്ട് ഓപ്പോസിറ്റുള്ള സ്റ്റോളിൽ വിവിധ തരത്തിലുള്ള പവർ മീറ്ററുകൾ, ഡമ്മി ലോഡുകൾ, അതുപോലെ തന്നെ ലോ പാസ് ഫിൽറ്ററിൻ്റെ സെക്ഷന് ഇതെല്ലാം നല്ല ക്ലിയർ ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് RF ആംപ്ലിഫയർ സെക്ഷനിലേക്ക് വരാം. ഒരു ട്രാൻസ്മീറ്ററിൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജാണിത്. അപ്പം ഇദ്ദേഹം ഡിസൈൻ ചെയ്തിട്ടുള്ള RF ആംപ്ലിഫയർ ആണ് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഇദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. The objective of this amplifier is to build the amplifier which should be low cost, reliable and easy to make. So this one uses low cost IRF devices, IRF P150 and these are the transformers. Most of the components are available in the market easily. അങ്ങനെ ഓരോ സെക്ഷനുകൾ കണ്ട് മുന്നോട്ട് നീങ്ങവേ കുട്ടിമാമ ഞാൻ ശരിക്കും ഞെട്ടിമാമ ഈ ഒരു സാധനം കണ്ട്.
1 കിലോ വാട്ടിൻ്റെ RF ആംപ്ലിഫയർ ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തുമാത്രം പവറായിരിക്കും ഇതിൽ ഡെലിവറി ചെയ്യാൻ സാധിക്കുക. ഇത് അടുത്തുണ്ടെങ്കിൽ ഉറപ്പാണ് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല സാറേ. ഇതിൻ്റെ ഹീറ്റിംഗ് ഒന്ന് ശ്രദ്ധിച്ച്, വലിയൊരു കോപ്പർ പാളി തന്നെയാണുള്ളത്. ഇതിൻ്റെയൊക്കെ ഔട്ട്പുട്ട് ടെസ്റ്റ് ചെയ്ത് മെരുക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ഡമ്മി ലോഡ് തന്നെ നമുക്ക് ആവശ്യമാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഒരു ആൻറ്റിന ട്യൂണർ സിസ്റ്റമാണ്. വിവിധ തരത്തിലുള്ള ഇൻഡക്ടറും കപ്പാസിറ്ററും ഒക്കെ സീരീസും പാരലലും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ആൻറ്റിന ട്യൂൺ ചെയ്യാൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പഴയ ഒരു CRT ട്യൂബ് കണ്ടു. നമുക്ക് ഓസിലോസ്കോപ്പിൻ്റെ പണ്ടത്തെ ഒരു ഫോമാണിത്. സ്റ്റാളിലൂടെ മുന്നോട്ട് പോകവേ ഇവനെ ഞാനൊന്ന് ശ്രദ്ധിച്ചു. നമ്മുടെ പണ്ടത്തെ രാജാവ്, ഇപ്പോഴും രാജാവ് തന്നെയാണ്, നമ്മുടെ ട്യൂബ് ആംപ്ലിഫയർ. ഈ ഒരു സെക്ഷനിലേക്ക് വന്നപ്പോൾ വാക്യൂം ട്യൂബുകളുടെ വളരെ റെയർ ആയിട്ടുള്ള ഒരു കളക്ഷൻ എനിക്ക് കാണാൻ സാധിച്ചു. കാലം എത്ര കഴിഞ്ഞാലും സംഗീത പ്രേമികളുടെ ഏറ്റവും ഇഷ്ട വിഭവം തന്നെയാണ് വാക്യൂം ട്യൂബുകൾ. കാരണം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് വളരെ നാച്ചുറലാണ്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ വിവിധ തരത്തിലുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള മോഡുലാർ പവർ സപ്ലൈകളുണ്ട്. അതുപോലെ ഫോൾഡബിൾ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ LED മെട്രിക്സ് ഡിസ്പ്ലേകളും ഉണ്ട്. സ്റ്റോളിലൂടെ മുന്നോട്ട് പോകവേ ഞാനൊരു പ്രത്യേക ഡിവൈസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളെ ശ്രദ്ധിച്ചു. നോക്കിയപ്പോൾ ഒരു സ്വാമി. അപ്പോൾ അദ്ദേഹം ഈ ഒരു ആൻറ്റിന സ്വിച്ചിങ് ഡിവൈസിനെ പറ്റി വളരെ ക്ലിയർ ആയിട്ട് ടെക്നിക്കലി ഇൻ ഡെപ്തിൽ പറഞ്ഞു തരുവാണ്. അതായത് ഇതെങ്ങനെ പ്രോഗ്രാം ചെയ്യണം, എങ്ങനെയാണ് ആൻറ്റിന കണക്ട് ചെയ്യേണ്ടത്, ഇതിനകത്തെ മെമ്മറി ഫങ്ഷൻസ് എന്തൊക്കെയാണ്. നമുക്കറിയാം, ഒന്നിൽ കൂടുതൽ ആൻറ്റിനകളുണ്ടെങ്കിൽ അത് ഒരു റിസീവറിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ സ്വിച്ച് ഉപയോഗിക്കണം. നേരെ തിരിച്ചും ഒന്നിൽ കൂടുതൽ റിസീവറോ ട്രാൻസ്മിറ്റർ ഉണ്ടെങ്കിൽ ഒരു ആൻറ്റിനയിലേക്ക് നമുക്ക് അതെങ്ങനെ കമ്പൈൻ ചെയ്യാം. ഇതെല്ലാം ഇദ്ദേഹം കൃത്യമായിട്ട് തന്നെ വിവരിച്ചു തരുന്നുണ്ട്. അടുത്ത സ്റ്റോളിൽ ഞാൻ കണ്ടത് 20 കിലോ പേലോഡ് കപ്പാസിറ്റിയുള്ള ഒരു അഗ്രികൾച്ചർ ഡ്രോണാണ്. ഭീമാകാരമായിട്ടുള്ള ഡ്രോണ്. ഇതും അതിൻ്റെ റിമോട്ട് കൺട്രോൾ സിസ്റ്റം എല്ലാം ഇങ്ങനെ ഞാൻ നോക്കി നിന്നു. ഈ സ്റ്റോളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഡിജിറ്റൽ ഹാം റേഡിയോയെ പറ്റി ഇദ്ദേഹം നല്ല ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് ട്രാൻസ്മിറ്ററോ റിസീവറോ ഇല്ലാതെ തന്നെ നമുക്കൊരു റാസ്ബെറി പൈയുടെ സഹായത്തോടുകൂടി ഏത് ഹാം റേഡിയോ സ്റ്റേഷനും അല്ലെങ്കിൽ ആൾക്കാരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണിത്. അപ്പോൾ ഇത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം, എങ്ങനെ നമുക്ക് ലിസൺ ചെയ്യാം എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് ഇദ്ദേഹം ഡെമോൺസ്ട്രേഷനിലൂടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഡയറക്റ്റായിട്ട് ട്രാൻസ്മിഷൻ നടത്തുന്നില്ല. പകരം ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ഈ പറയുന്ന വോയിസ് ആയാലും മെസ്സേജ് ആയാലും എല്ലാം റിലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നെറ്റ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഹാം റേഡിയോയുടെ ന്യൂ ജനറേഷനെ കൂടി നമുക്കിവിടെ പരിചയപ്പെടാൻ സാധിച്ചു. ഈ സ്റ്റോളൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കവേ മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സിൻ്റെ സാധ്യതയും മിസ്റ്റർ ജോമോനും അതുപോലെ തന്നെ ക്രൈസി ഹാമിൻ്റെ സാധ്യതയും ബിജു സാറിനും ഒക്കെ കണ്ടിങ്ങനെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ ചാനൽ ചർച്ചകളൊക്കെ ഇങ്ങനെ തുടങ്ങി. എന്ന് വെച്ചാൽ ആ ചർച്ചയല്ല കേട്ടോ, ഇത് ഞങ്ങളുടെ ടെക്നിക്കൽ ചർച്ചയാണ്. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഊട്ടുപുരയിലേക്കാണ്. എന്തായാലും ഇനി നല്ല ചൂട് ചോറ് കഴിച്ചിട്ട് ബാക്കി കാര്യം. പിന്നീട് ഊണൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകവേ ഇദ്ദേഹത്തിൻ്റെ ഒരു സൂട്ട് കേസ് ഞാൻ ശ്രദ്ധിച്ചു. ഈ ഒരു സൂട്ട് കേസിൽ നമുക്ക് വേണ്ട എല്ലാ ഹാം എക്യുപ്മെൻറ്റ്സും ഒരു കുടക്കീഴിൽ എന്ന പോലെ ഉണ്ട്. എന്തായാലും ഈ ഡിസൈൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ എക്സിബിഷൻ ഹാളിലേക്ക് പോയി. ജോമോൻ്റെ അടുത്ത പരീക്ഷണം നമ്മുടെ കീബോർഡിൽ ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ ഈക്വലൻ്റ് ആയിട്ടുള്ള മോഡ്സ് കോഡ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ജോമോൻ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുവാണ്. ഈ കാണുന്ന സർക്യൂട്ടാണ് കമ്പ്യൂട്ടർ മോഡ്സ് കോഡ് കീയർ. അപ്പോൾ സാധാരണ നമ്മൾ ലാമ്പ് കീ കുറച്ച് ടാപ്പ് ചെയ്യുന്നതിന് പകരം നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് മോഡ്സ് കോഡ് ജനറേറ്റ് ചെയ്യാം. ഇതൊരു ട്രാൻസ്സീവറിലേക്ക് കൊടുത്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മോഡ്സ് കോഡ് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇപ്പോൾ എൻ്റെ പേരെന്ന് ടൈപ്പ് ചെയ്യാം. സാധാരണ QoS വിളിക്കുകയാണെങ്കിൽ അപ്പോൾ ഇതാണ് മോഡുലാർ ബിറ്റെക്സ് എന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റേഡിയോ ട്രാൻസ്സീവറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. അതിൻ്റെ ഓരോ സെക്ഷനെ മോഡ്യൂൾ ബൈ മോഡ്യൂളായിട്ട് വെച്ചിട്ടുള്ള ഒരു ട്രാൻസ്സീവറാണ്. ഏകദേശം ഇതിൽ നിന്ന് 20 വാട്ട്സ് വരെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇത് വെച്ച് നമുക്കൊരു ലോങ് റേഡിയോ കമ്മ്യൂണിക്കേഷനൊക്കെ ഇത് വെച്ച് നടത്താം. ഇതേ സെയിം സാധനമാണ് ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോർട്ടബിൾ വെർഷൻ. ഇതും 40 മീറ്റർ ബാൻഡ് SSBയിലാണ് പ്രവർത്തിക്കുന്നത്.
ഇത് നമുക്ക് വെച്ച് എവിടെ വേണോ കൊണ്ടുപോയി ഓപ്പറേറ്റ് ചെയ്യാം. എന്തായാലും ജോമോൻ്റെ ഈ കഠിനാധ്വാനം തീർച്ചയായിട്ടും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ഇത്രയും ക്ഷമയോടെ ഇത്രയും ബോർഡുകൾ അടുക്കി വെച്ച് കൃത്യമായിട്ട് അത് ഇൻ്റർകണക്ട് ചെയ്ത് പ്രവർത്തിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഓരോ കോയിലിൻ്റെ ആ ഒരു ചുറ്റിൽ പോലും കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്. അതിൽ ഒരു ചെറിയ വ്യത്യാസം വന്നാൽ ഔട്ട്പുട്ട് ആകെ മാറും. എന്തായാലും ജോമോൻ ആ ഒരു കാര്യത്തിൽ വളരെയധികം വിജയിച്ചിരിക്കുന്നു. അങ്ങനെ ഞാനും ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഈ ഒരു ട്രാൻസീവർ എടുത്ത് 1-2 ഫോട്ടോകളും പോസും വീഡിയോ ഒക്കെ എടുത്തു. എന്തായാലും കൊള്ളാട്ടോ, എനിക്കിഷ്ടപ്പെട്ടു സംഗതി. അതിനിടെ ജോമോൻ ഒരു VHF UHF ഹാൻഡ് മേടിച്ചു. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായിട്ട് കൃത്യമായിട്ട് കാണിച്ചു തന്നു. V3GLA, this is V3 India's Delta calling over. കുഴപ്പമില്ല, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫൈൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെറിയൊരു സാധനം, സിമ്പിള്. എങ്ങനെയുണ്ട് കോപ്പി? പ്ലസ് 10 dB നല്ല കോപ്പിയാണ്. അടുത്തായതുകൊണ്ട് നല്ല കോപ്പിയാണ് ഇന്ന് UHF. ബാക്ക് ടു V3 India Zulu Delta over. VU3 India Zulu Delta, VU3 Golf Lima Alpha, are you on frequency? അങ്ങനെ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള സന്ധി സംഭാഷണം കഴിഞ്ഞ് ഇരുവരും കൈകൊടുത്തു. ജോമൻ അടുത്തൊരു സംഗതി ഞാൻ കാണിച്ചു തരുവാണ്. അപ്പോൾ ഇതൊരു ടെലിസ്കോപ്പിക് ഏരിയയിലാണ്. അപ്പോൾ ഇത് നമ്മളെ ഈ ഹാൻഡിലേക്ക് കണക്ട് ചെയ്യുന്ന വഴി നമുക്ക് റേഡിയേഷൻ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. മാക്സിമം റേഞ്ചിൽ നമുക്ക് ട്രാൻസ്മിഷനും റിസപ്ഷനും എല്ലാം പോസിബിൾ ആവും. അതിനിടെ ജോമോൻ മറ്റൊരു ഏരിയയിലൂടെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിച്ചു തന്നു. ഇതെന്ത് ചെയ്താൽ വലിച്ചിട്ടും അങ്ങോട്ട് തീരുന്നില്ല. അപ്പോൾ ഒരറ്റത്തുനിന്ന് തുടങ്ങി എന്നോടും കൂടെ ഒന്ന് വലിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനും ഒന്ന് വലിച്ച് സഹായിച്ചു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് എൻ്റെ വലിയ മുണ്ടൊക്കെ അലക്കിയിട്ടിട്ട് പിടിയാൻ വേണ്ടി ഒരറ്റത്ത് പിടിക്കാൻ പറയും. ആ കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇതങ്ങേ അറ്റത്ത് തുടങ്ങി കണ്ടോ. എൻ്റെ പൊന്നോ, ഞാൻ ഓർത്ത് ഇപ്പോൾ ഇത് ഒടിഞ്ഞു വീഴുമായിരിക്കുന്നു. വളരെ സൂക്ഷിച്ചാണ് ഞാൻ കൈകാര്യം ചെയ്തത്. എന്തായാലും ജോമോൻ്റെ സെലക്ഷനും കളക്ഷനും എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എക്സ്പോ ഒക്കെ കണ്ട് സമയം പോയത് അറിഞ്ഞില്ല, രാത്രിയായി. ഇനി നമ്മുടെ ഹാമുകളുടെ കലാപരിപാടികളാണ്. ഒരു വണ്ണക്കിളി കാത് ഒരു ഗാനക്കുയിൽ നെഞ്ചിൽ ഒരു വഞ്ചിൽ കൊടി നീരാനമ്മ. കണ്ണുക്കൊരു വണ്ണക്കിളി കാത് ഒരു ഗാനക്കുയിൽ നെഞ്ചിൽ ഒരു വഞ്ചിൽ കൊടി നീരാനമ്മ. കാക്കിക്കുള്ളിലും നല്ലൊരു കലാകാരൻ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഹാം റേഡിയോ കമ്മ്യൂണിറ്റിയിലും ധാരാളം കലാകാരന്മാരുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അങ്ങനെ ഗാനമേളയ്ക്ക് ശേഷം കളരിപ്പയറ്റിലേക്ക് കടക്കുകയായി. നമ്മുടെ മധുസാറിൻ്റെ ശിഷ്യന്മാരാണ് ഈ അണിനിരന്ന് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ചൂടേറിയ വാശിയേറിയ ആ ഒരു കളരിപ്പയറ്റൊന്ന് കണ്ടാലോ.
സത്യം പറഞ്ഞ ഈ കളരി അഭ്യാസങ്ങളൊക്കെ ശ്വാസം പിടിച്ചാണ് കണ്ടത്. അത്രമേൽ ഭയഭക്തി ബഹുമാനം തോന്നിപ്പോയി ഈ ഒരു കളരിപ്പയറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ. നമ്മുടെ ഈ സദസ്സ് എഴുന്നേറ്റ് നിന്ന് കരഘോഷം കൊടുത്താണ് ഇവരെ അത്രമേൽ അഭിനന്ദിച്ചത്. ഇത്രയും നല്ലൊരു കളരിപ്പയറ്റ് സത്യം പറഞ്ഞ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ കാഴ്ചയുടെ വിരുന്നിൽ നിന്ന് അത്താഴ വിരുന്നിലേക്ക് എല്ലാവരും യാത്രയായി. ഉച്ചയ്ക്ക് ഫുഡ് സെർവ് ചെയ്ത അതേ സ്ഥലത്ത് തന്നെയായിരുന്നു വൈകിട്ടും ഫുഡ്. അപ്പോൾ എന്തായാലും ചപ്പാത്തി അപ്പമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തത് ചപ്പാത്തിയാണ്. ചപ്പാത്തിയും വെജിറ്റബിൾ കറിയാണ് എടുത്തത്. നമ്മുടെ ജോമോനും ജോമോൻ്റെ കൂട്ടുകാരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് അത്താഴം കഴിഞ്ഞ് അങ്ങനെ ആ രാത്രി പിരിഞ്ഞു. അങ്ങനെ നമ്മുടെ ഡേ 2 ഇങ്ങെത്തി. അപ്പോൾ രാവിലെ തന്നെ ആൾക്കാർ നെറ്റ് ചെക്കിംഗ് ഒക്കെ ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ വലിയ ടെലിസ്കോപ്പിക് ഏരിയയിലൊക്കെ വെച്ചിട്ടാണ് നെറ്റ് ചെക്കിങ്. ഒരു നടത്തവും കഴിഞ്ഞ് നേരെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടി മെസ്സിലേക്ക് കയറി. അങ്ങനെ ചൂടായിട്ടുള്ള കാപ്പിയും ഇഡലിയൊക്കെ കഴിച്ചതിന് ശേഷം നോൺ ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഇവിടെ കണ്ടാലോ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ സർഗാലയുടെ എൻട്രൻസ് ചെന്നു. വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച ഒരു എൻട്രൻസ് തന്നെയാണിത്. അങ്ങനെ ഞാൻ ചുവർ ചിത്രകലയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നേരെ അകത്തേക്ക് കടന്നു. ഓരോ സ്റ്റോളിലും എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യത്തെ സ്റ്റോളിൽ വിവിധ തരത്തിലുള്ള ബാഗുകൾ, അതുപോലെ തന്നെ തുകൽ ഉൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ ഇതെല്ലാം കാണാൻ സാധിച്ചു. എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള സാധനങ്ങളാട്ടോ. ഇതിൻ്റെ നിർമ്മാണം വരെ നമ്മൾ കണ്ടു. അടുത്ത മുറി ചെന്നപ്പോഴേക്കും നമ്മുടെ അമ്മൂമ്മമാർ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന തടി കൊണ്ടുള്ള അടുക്കള ഉപകരണങ്ങൾ കാണാനിടയായി. അടുത്ത റൂമിലേക്ക് ചെന്നപ്പോൾ നമ്മുടെ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി പോലും തോറ്റു പോകുന്ന ഡ്രോയിങ്ങുകളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതെങ്ങനെയാണ് വരച്ചതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സത്യം പറഞ്ഞാൽ ഇതൊറ്റ ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ പറ്റത്തില്ല. അത്രമേൽ കേരളത്തിൻ്റെ ആ ഒരു പൈതൃക സമ്പത്ത് വിളിച്ചോതുന്ന നിർമ്മിതികളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു കലാകാരൻ എങ്ങനെയാണ് ഒരു പ്ലെയിൻ തടിയിൽ നിന്ന് അർത്ഥവത്തായിട്ടുള്ള ഒരു രൂപം ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മളെ ലൈവായിട്ട് കാണിച്ചു തരുവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വളരെ നാളത്തെ കഠിനാധ്വാനവും പ്രിസിഷനും ആക്യുറസി എല്ലാം നമുക്ക് അവിടെ ആവശ്യമാണ്. അപ്പം ഇദ്ദേഹം ശരിക്കും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു മരക്കട്ട കണ്ടോ, ഈ ഒരു മരക്കട്ടയിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കഠിന പ്രയത്നത്തിലൂടെ വളരെ മനോഹരമായ കടഞ്ഞെടുത്ത ഒരു ശില്പമായിട്ട് ഇവിടെ മാറുന്നത്. അടുത്തത് ഒരു രാമച്ചത്തിൻ്റെ സ്റ്റോളാണ്. ഇവിടെ രാമച്ചത്തിൻ്റെ ചെരുപ്പ്, ബാഗ്, തൊപ്പി എന്ന് വേണ്ട നമുക്കൊരു മനസ്സിന് കുളിർമയേകുന്ന ഒരു സ്റ്റോളാണിത്. ഞാനിവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് രാമച്ചം കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോയായിരുന്നു. കാരണം എപ്പോഴും നമുക്ക് ആവശ്യം വരുന്ന സാധനമാണത്. അല്പസമയത്തിന് ശേഷം ഞാൻ ഈ വരാന്തയിലൂടെ നടക്കുമ്പോൾ അവിടെ മുഴുവൻ വിദേശികൾ വളരെ ക്ഷമയോടെ പെയിൻറ്റിങ്ങുകളിൽ മുഴുകിയിരിക്കുന്നത് കൗതുകത്തോടെ കണ്ടു നിന്നു. അങ്ങനെ ഇരിക്കെ പുറമേ നിന്നൊരു വിളി വന്നു. അതായത് നമ്മുടെ ഫങ്ഷൻസൊക്കെ തുടങ്ങാറായി, നമുക്ക് പെട്ടെന്ന് ഓഡിറ്റോറിയത്തിലേക്ക് കയറാമെന്ന്. അങ്ങനെ ഞാനും ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ടെക്നിക്കലി വയൽസ് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് അവർക്ക് തന്നെ ഒരു തോന്നലുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരിക്കലുമല്ല. ടെക്നിക്കലി നമ്മൾ ഒരുപാട് ഹൈ ലെവൽ ആവണം എന്നില്ല നമുക്ക് ഈ റേഡിയോയിൽ ആക്റ്റീവ് ആവാനായിട്ട്. കാരണം ആദ്യമായിട്ട് ഞാനൊരു ഹാം റേഡിയോ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ടെക്നിക്കലി എനിക്ക് അത്രയും അറിയില്ലായിരുന്നു. ഹാം റേഡിയോ മേഖലയിൽ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും വളരെയധികം ആക്റ്റീവ് ആണെന്ന് ഈ ഒരു പ്രോഗ്രാം കണ്ടപ്പോൾ മനസ്സിലായി. ഇടയ്ക്ക് ബ്രേക്കിൻ്റെ സമയത്ത് ഞാൻ സ്റ്റോളിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടോ. ഒന്ന് നാനോ VNA, നമുക്ക് ഏറ്റവും കൂടുതൽ RF ഡിസൈനിൽ ആവശ്യം വരുന്ന സാധനമാണ്. പ്രത്യേകിച്ച് ആൻറ്റിന ട്യൂണിങ്, ഫിൽട്ടർ ഡിസൈൻ, ഇതിനെല്ലാം ഇത് ആവശ്യമാണ്. എന്തായാലും ഇത് പോർട്ടബിളാണ്, റീചാർജബിളാണ്. നമുക്ക് എന്ത് തന്നെയായാലും ഇങ്ങനൊരു സാധനം അത്യാവശ്യമാണ്. അപ്പോൾ ഇത് ഏതായാലും മേടിച്ചു. പിന്നെ ഞാൻ മേടിച്ചത് കുറച്ച് ട്രിമ്മർ കപ്പാസിറ്ററുകളാണ്. ഇതൊന്നും ഇപ്പോൾ കിട്ടാനില്ല. പിന്നെ ടൊറോയിഡ് കോയിൽ വിറ്റാനുള്ള സംഗതി, അതുപോലെ തന്നെ ഫെറൈറ്റ് ബെഡുകൾ, ബലൂൺ ട്രാൻസ്ഫോമറുകൾ, കുറച്ച് PCBകൾ. അപ്പോൾ അത്യാവശ്യം ചെറിയ പർച്ചേസിംഗ് ഒക്കെ നടത്തിയാണ് ഞാനിങ്ങ് വന്നത്. പിന്നെ ഏറ്റവും അവസാനം ഒരു പവർ സപ്ലൈ മേടിച്ചു. കാരണം ഇതൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള പവർ സപ്ലൈ ആണ്. നമുക്ക് ഡെസ്കിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാൻ പറ്റുന്ന ടൈപ്പ്
ഹൈ കപ്പാസിറ്റിയുള്ള പവർ സപ്ലൈ ആണ്. ഇനിയിപ്പോൾ ഉച്ചയൂണിൻ്റെ സമയമാണ്. ടോക്കൺ എടുത്ത് ഞാൻ നേരെ മെസ്സിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ ലഞ്ചും കൂടെ കഴിച്ച് നമ്മുടെ പരിപാടികൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ വെജ് ഫ്രൈഡ് റൈസാണ് മേടിച്ചിരിക്കുന്നത്. അടിപൊളി. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നോൺ വെജാണ്, ഇദ്ദേഹം വെജാണ്. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് നമ്മുടെ സർഗാലയോട് വിട പറഞ്ഞ് നേരെ കോഴിക്കോടിലേക്ക് വിട്ടു. കാരണം കോഴിക്കോടാണ് നമ്മുടെ വന്ദേ ഭാരത് വരുന്നത്. അങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുവാണ് നമ്മൾ. അങ്ങനെ എത്തി അധികം താമസിക്കാതെ തന്നെ നമ്മുടെ വന്ദേ ഭാരത് ഇവിടെ എത്തി. അപ്പോൾ നമ്മുടെ ഇരിപ്പിടമൊക്കെ കണ്ടുപിടിച്ച് അവിടെ സെറ്റിലായി. എന്തായാലും പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കണം. അല്പസമയത്തിന് ശേഷം എനിക്കൊരു വെൽക്കം ഫുഡ് കിറ്റ് കിട്ടി. അതിനകത്ത് മിക്സ്ചറുണ്ട്, അതുപോലെ തന്നെ പരിപ്പുവടയുണ്ട്, പിന്നെ നമ്മുടെ അച്ചപ്പം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ച് ഒരു കട്ടൻ കാപ്പിയും കുടിച്ച് ഞാൻ ഈ പുറമേലത്തെ കഴിച്ചതിൽ വീണ്ടും മുഴുകിയിരുന്നു. അങ്ങനെ ഈ ഒരു സൂര്യാസ്തമയത്തോടു കൂടി വടക്കൻ കേരളത്തിനോട് വിട പറഞ്ഞ് നമ്മൾ മധ്യ കേരളത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. എന്തു തന്നെയായാലും ട്രെയിൻ എറണാകുളത്ത് എത്തിയപ്പോൾ തന്നെ നമ്മുടെ ഡിന്നറിങ് വന്നു. അപ്പോൾ വെജ് ഫ്രൈഡ് റൈസ് ആണ് ഞാൻ ഓർഡർ ചെയ്ത്. അപ്പോൾ എല്ലാം നല്ല പാക്ക് ചെയ്ത് സൂപ്പറായിട്ടുണ്ടായിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു പൊറോട്ട ഉണ്ടായിരുന്നു. അപ്പോൾ പൊറോട്ടയും ചാപ്പിട്ടിട്ട് ഇനി നമുക്ക് അടുത്ത് കോട്ടയമാണ്. അതേ കേസ് നമ്മൾ കണ്ണടിച്ച് തുറന്നപ്പോഴേക്കും കോട്ടയം ഇങ്ങ് എത്തി. അത്ര സ്പീഡിലാണ് വന്ദേ ഭാരത് വിട്ടടിച്ച് പോകുന്നത്. അതായത് നമുക്ക് ആഹാരം കഴിക്കാനുള്ള സമയം കിട്ടത്തുള്ളൂ. വടക്കൻ കേരളത്തിനോടും ഹാംഫെസ്റ്റ് 2K26നോടും നമ്മളെ ഇവിടം വരെ കൊണ്ടെത്തിച്ച വന്ദേ ഭാരതിനോടും ബൈ പറഞ്ഞ് നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വടകരയിൽ വെച്ച് നടന്ന 2 ദിവസത്തെ ഹാംഫെസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ലൈഫിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു. കാരണം നമ്മൾ ഇന്ന് വരെ കാണാത്ത പലതരത്തിലുള്ള ഹാം എക്യുപ്മെൻറ്റ്സും അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ വളരെയധികം എക്സ്പേർട്ട് ആയിട്ടുള്ള അതികായികന്മാരെയൊക്കെ കാണാനുള്ള ഒരു അവസരം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇത് മാത്രമല്ല, സാധാരണ ഒരു ഇലക്ട്രോണിക് സ്റ്റോറിൽ ലഭ്യമാകാത്ത പലതരത്തിലുള്ള RF കമ്പോണൻസുകൾ കുറഞ്ഞ വിലയിൽ മേടിക്കാനുള്ള ഒരു അവസരം തന്നെയായിരുന്നു ഈ ഒരു ഫെസ്റ്റ്. കൂടാതെ ഇതിൻ്റെ വെന്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അതുപോലെ നല്ലൊരു നാച്ചുറൽ ആംബിയൻസിൻ്റെ നടുക്കായിരുന്നു ഈ ഫെസ്റ്റ് നടന്നത്. നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ കലയെ ഇഷ്ടപ്പെടുന്നവർക്കും കലാകാരന്മാരെ ഇഷ്ടമുള്ളവർക്കും വിവിധ കലാരൂപങ്ങളിൽ താല്പര്യമുള്ളവർക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ഇടം തന്നെയായിരുന്നു സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്. നമ്മുടെ ഫെസ്റ്റിനോടനുബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യമായിരുന്നു കളരിപ്പയറ്റ്. വളരെ നാളത്തെ കഠിന പ്രയത്നത്തിൻ്റെയും മെയ്വഴക്കത്തിൻ്റെയും അഭ്യാസങ്ങളിലൂടെയൊക്കെ കടന്നുപോയി ആ ഒരു തഴക്കവും വഴക്കവും ഒക്കെ നേരിട്ട് കാണികളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ ആശ്ചര്യപ്പെട്ടു പോയി. വെറും 2 ദിവസം കൊണ്ട് ഈ ഒരു മേഖലയിലുള്ള വളരെയധികം സുഹൃത്തുക്കളെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. അവരുടെ അറിവുകൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരവും കിട്ടി. അതുപോലെ ഏറെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്, നമ്മുടെ വീഡിയോസും കാണുന്ന സബ്സ്ക്രൈബേഴ്സും അതിൽ തന്നെ ഉണ്ടായിരുന്നു. ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്സ് ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും തീർച്ചയായിട്ടും വയർലെസ് ടെക്നോളജിയിൽ ഉറപ്പായിട്ടും ഒരു താല്പര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ ഞാനും പോയത്. എനിക്ക് ഈ ഒരു അവസരം ആദ്യമായിട്ട് പറഞ്ഞു തന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു തന്നത് മിസ്റ്റർ ജോമാനാണ്. അപ്പോൾ ജോമാനോട് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇപ്പം ഞാൻ നിലവിലൊരു ആക്റ്റീവായിട്ടുള്ള ഒരു SWLാണ്, ഷോർട്ട് വേവ് ലിസണറാണ്. അപ്പോൾ അടുത്ത ഫെസ്റ്റിന് കാണുമ്പോൾ ഹാം റേഡിയോ ലൈസൻസ് കൂടി എടുക്കാനുള്ള അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വർക്കുകളൊക്കെ നടക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ 2K60 ഹാം ഫെസ്റ്റ് ഇവിടെ അവസാനിക്കുമ്പോൾ ഒരുപിടി നല്ല ഓർമ്മകളുമായിട്ട് അടുത്ത തവണ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിവിടുന്ന് സൈൻ ഔട്ട് ചെയ്യുന്നു.